ഹലോ ഹലോ എവരിവൺ. അപ്പൊ നമ്മുടെ ആൻസർ കീ കാര്യങ്ങളൊക്കെ വന്നു. നിങ്ങളെല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും അതുപോലെ തന്നെ ആൻസർ കീയുമായിട്ട് കമ്പയർ ചെയ്ത് ആൻസേഴ്സ് ഒക്കെ വെരിഫൈ ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ ചലഞ്ച് ഉണ്ടെങ്കിൽ, ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മള് എന്താണ് വാലിഡ് സോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ചില കേസസിൽ നമ്മൾ കാണാറുണ്ട് എന്താണ് 1% അല്ലെങ്കിൽ 1 മാർക്കിന്, 1 or 2 മാർക്കിന്, അല്ലെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മുടെ JRF അല്ലെങ്കിൽ നെറ്റ് ഒക്കെ മിസ്സാവുന്ന കേസസ് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് വരരുത്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് മസ്റ്റ് ആയിട്ടും ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് അത് ആൻസർ കീയുമായിട്ട് വെരിഫൈ ചെയ്ത് എവിടൊക്കെയാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയിട്ടുള്ളത്, നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള ആൻസർ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ, ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ, ഒക്കെ നിങ്ങൾ തറവായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അത് ചലഞ്ച് ചെയ്യുകയും വേണം. ഓക്കെ, ചെറിയൊരു പേയ്മെന്റ് ഉണ്ടായിരിക്കും, പക്ഷെ അതെന്ത് ചെയ്യാ? നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ചിലപ്പം ആ ഒരു മാർക്കിന്റെ ബേസിലായിരിക്കും നിങ്ങൾ ഇപ്രാവശ്യം ക്വാളിഫൈഡ് ആവാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത് തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചെയ്യണം. ഓക്കെ, ആൻഡ് ആൻഡ് നമ്മള് ജസ്റ്റ് കട്ട് ഓഫുകൾ കഴിഞ്ഞ റീസെന്റ് പ്രീവിയസ് ടേമുകളിലെ കട്ട് ഓഫുകൾ അനലൈസ് ചെയ്യും. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെ? നമ്മൾ ഓരോ ടേമിലും എഴുതുന്ന കുട്ടികളുടെ എണ്ണം, ആ ഒരു കണ്ടക്ട് ചെയ്ത എക്സാമിന്റെ ടഫ്നെസ്, ഓക്കെ, കാറ്റഗറി, ഓക്കെ, ജനറൽ, OBC, SC ST, ആ കാറ്റഗറി ഒക്കെ അനുസരിച്ചിട്ട് ആണ് നമ്മുടെ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 2 ഫാക്ടേഴ്സ് ആണ്: നമ്പർ ഓഫ് സ്റ്റുഡൻസും ടഫ്നെസ് ഓഫ് ദ എക്സാമും ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ റീസെന്റ് ആയിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള ടേമുകൾ നോക്കുമ്പോൾ ഒരു എന്താ പറയാ, ഇൻക്രീസിങ് ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. കട്ട് ഓഫ് ഇങ്ങനെ കൂടി കൂടി വരുന്ന ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തായിരുന്നു. നമുക്ക് പേപ്പർ 1, സോറി, പേപ്പർ 1 ടഫ് ആയിരുന്നു. ഓക്കെ, ടഫ് ടു മോഡറേറ്റ് ലെവലിലാണ്, ഒരു ഹാർഡ് ആണെന്നാണ് നമ്മൾ ഫീഡ്ബാക്ക് എടുത്ത സമയത്ത് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ടോപ്പിക്സ്, പുതിയ പുതിയ ടോപ്പിക്സ്, കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള സബ്ജക്റ്റുകളിൽ യൂണിറ്റ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേപ്പർ 1 കുറച്ച് കൊമേഴ്സിന്റെ സ്റ്റുഡൻസിന് പേപ്പർ 1 കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് ഒരു ലിറ്റിൽ ബിറ്റ് ഹാർഡർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ നമ്മളിപ്പം നോർമലി DI ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോംപ്രഹൻഷൻ ഒന്നും അത്ര ടഫ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ സിമ്പിൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ചെറിയ ആസ്പെക്റ്റിൽ എന്താണ്, ഒരു പേപ്പർ 1 കുറച്ച് ഹാർഡായിരുന്നു. ഓക്കെ, പേപ്പർ 1 ഹാർഡായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഒരു മോഡറേറ്റ് ടു ടഫ് ആണ് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ പേപ്പർ 2 നോക്കുകയാണെങ്കിൽ ഫുള്ളി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അതിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അസേഷൻ റീസണിങ് ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊരു എന്താ പറയാ, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാവരും ഇപ്പം കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തവരോട് നമ്മൾ പറയാറുണ്ട്, ഒരു 10 ഇയേഴ്സിലെ അല്ലെങ്കിൽ ഒരു 10 ടേംസിലെ, 10 ഇയേഴ്സ് അല്ല, 10 ടേംസിലെ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഒരു മോർ ദാൻ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ 10 വർഷത്തെ അല്ല സോറി 10 ടേമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു അസഷൻ റീസണിങ് എന്ന് പറയുന്നത് പുതിയൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യണം എന്നില്ല. ഓക്കെ, പക്ഷെ സ്റ്റിൽ അവിടെ എന്താണ്, അസഷൻ റീസണിങ് ചോദിച്ചു എന്നുള്ളത് ഒരു അൺഎക്സ്പെക്ടഡ് സാധനമായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് പേപ്പർ 2 ഈസി ആയിരുന്നു എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ,
രണ്ട് ടേമിൽ ചോദിച്ചില്ല എന്ന് കരുതിയിട്ട് അസർഷൻ റീസണിങ് കാരണം കട്ട് ഓഫ് കുറയും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷെ പേപ്പർ 1 ഹാർഡ് ആയതുകൊണ്ട് മേ ബി ഒരു കുറവ് സംഭവിക്കാം എന്നുള്ളതുണ്ട്. കാരണം കഴിഞ്ഞ ടേമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ടേം ഒരു പേപ്പർ 1ന്റെ ഒരു ആസ്പെക്റ്റില് കുറച്ചൊരു ഹാർഡ് ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ ടേം വളരെ ഈസി ആയിരുന്നു. അതിലാകെ ഒരു റീഡിംഗ് കോംപ്രഹെൻഷന്റെ ആ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് കുറച്ച് ടഫ് ആയിട്ട് വന്നുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും പേപ്പർ 1 പേപ്പർ 2 എല്ലാ ക്വസ്റ്റ്യൻസും എന്തായിരുന്നു, ഒരു ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. പക്ഷെ ഈ ടേമിലെ പേപ്പർ എന്ന് പറയുന്നത് പേപ്പർ 1 ഹാർഡ് ടു മോഡറേറ്റും പേപ്പർ 2 ഒരു ഈസി ടു മോഡറേറ്റ് എന്നുള്ള ലെവലിലുമാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് ലെവലിനെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മോഡറേറ്റ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എക്സാമിന്റെ ടഫ്നെസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു മോഡറേറ്റ് ലെവൽ എന്ന് മാത്രമാണ് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് നമുക്കിപ്പം പേപ്പർ 1ൽ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ 2ൽ ഇഷ്ടം പോലെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പേപ്പർ 1ൽ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ എല്ലാവരും പഠിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് ഫാക്ട്. സോ നമുക്ക് അറിയാം, അപ്പം എക്സാം മോഡറേറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ടഫ്നെസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഒരു ഒക്കെ അനുസരിച്ചിട്ടാണ് കട്ട് ഓഫ് വരാറുള്ളത്. ഓക്കെ, പിന്നെ കൊമേഴ്സിൽ അത്യാവശ്യം കുട്ടികൾ എഴുതാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് ടേമുകളിൽ നമുക്ക് പെർസെന്റേജിലാണ് മാർക്കുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, 2 ഷിഫ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് പെർസെന്റേജിലായിരിക്കും വരിക. ഓക്കെ, ഒറ്റ ഷിഫ്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് മാർക്കിൽ വരിക. ഓക്കെ, അപ്പം ഒരുപാട് ടേമുകളിൽ നമുക്ക് പെർസെന്റേജിലാണ്, പക്ഷെ ഈ ടേം നമുക്ക് മാർക്കാണ് വരാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ എന്ന് കരുതിയിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മേ ബി NTA എന്താണ് അവിടെ സെന്റേഴ്സ് കൂട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സെന്റേഴ്സ് കൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒറ്റ ഷിഫ്റ്റ് ആക്കിയതും ആവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. സോ നമ്മൾ ടഫ്നെസിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒരു അനാലിസിസ് നടത്താം. ഓക്കെ, കട്ട് ഓഫിന്റെ പ്രീവിയസ് ഇയർ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു അനാലിസിസ് നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ കട്ട് ഓഫ് അനലൈസ് ചെയ്യുക, അതുപോലെ അത് വെച്ചിട്ട് നമ്മുടെ മാർക്കുകൾ നോക്കുക. അതിനൊക്കെ അപ്പുറമായിട്ട് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഈ കട്ട് ഓഫ് അനാലിസിസ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത ഒരു പ്രിപ്പറേഷൻ അടിപൊളിയാക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, പേപ്പർ 1 കുറച്ച് ഹാർഡായിരുന്നു, പേപ്പർ 2 കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് അതൊരു ടഫ് ആയിട്ടാണ് ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്യരുത്. റിസൾട്ടിന് വേണ്ടിയിട്ടോ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യരുത്. ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ടേമിലോട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഓക്കെ, അടുത്ത ടേമിലോട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്നേ പറയുള്ളൂ. ഓക്കെ, നമുക്ക് എത്രത്തോളം പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത്രത്തോളം തുടങ്ങുന്നത് നല്ലതാണ്. എത്രത്തോളം പെട്ടെന്ന് തുടങ്ങുന്നത് നല്ലതാണ്. കാരണം അത്രയും തവണ നമുക്ക് റിവൈസ് ചെയ്യാനും ഒരുപാട് സെറ്റ് ഓഫ് PYQs ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും പേപ്പർ 2ല് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും PYQ ബേസ്ഡ് ആയിരുന്നു. PYQ ബേസ്ഡ് ടോപ്പിക്സ് എന്നുള്ള അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ PYQല് ചോദിച്ചിട്ടുള്ള അതേപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ PYQs ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു 5 ടേമില് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പേപ്പർ 2ലെയും പേപ്പർ 1ലെയും എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം അതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു ഇനഫ് ടൈം വേണം അല്ലെ. അപ്പം ആ ഒരു ഇനഫ് ടൈം നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ കിട്ടും. ഓക്കെ, ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ ജനുവരി ടു ഒരു ജൂൺ, ഓക്കെ, കറക്റ്റ് ഒരു 5.5 മാസം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ റിവിഷൻ കൊടുക്കാനും പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് PYQs ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടൈം കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മളിപ്പം ഈ ഒരു എക്സാമിന്റെ നിങ്ങൾക്ക് ഹാർഡ് ആയിട്ടാണ് തോന്നിയത്, ടഫ് ആയിട്ടായിരുന്നു, ഭയങ്കര ടഫ് ആയിട്ടാണ് തോന്നിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പൊ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, കോഴ്സിന്റെ അഡ്മിഷൻസ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ കട്ട് ഓഫുകൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക്
ജസ്റ്റ് നോക്കാം. 2023 184 ആയിരുന്നു, ജനറലിന്റെ ആണ് പറയുന്നത്. ഓക്കെ, 184 ആയിരുന്നു. പിന്നെ 99.84 ആണ് പെർസെന്റേജിൽ ആയിരുന്നു ജൂൺ 24. ആൻഡ് 2024 210 മാർക്കാണ്. ആൻഡ് അവിടുന്ന് 2025 ജൂൺ ആയപ്പോഴേക്കും 224 മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, ഭയങ്കര എന്താ പറയാ, കൂടിയിട്ട് വരുന്നതാണ്. ഇവിടെ ഒരു എന്താണ്, ഒരു ഭയങ്കര നല്ലൊരു ഇൻക്രീസ് തന്നെ കട്ട് ഓഫിൽ വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു മാറ്റം തന്നെ, ഒരു ഇൻക്രീസിങ് ട്രെൻഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ജൂണിലേത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. ആൻഡ് ഇത് കുറച്ചൊരു മോഡറേറ്റ് ആണ്. മേ ബി ഇതേ സെയിം ലെവൽ ഓഫ് കട്ട് ഓഫ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇതിൽ കുറഞ്ഞത് ഓക്കെ, ഇതിലിപ്പം ഒരു 220 മുകളിലോട്ട്, ഓക്കെ, ഒരു 220 മുകളിലോട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, ഒരു 20+ മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ആൻസർ കീ അനലൈസ് ചെയ്യുമ്പോൾ, റെസ്പോൺസ് ഷീറ്റ് അനലൈസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു 220+ മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് OBC കാറ്റഗറി ആണെങ്കിലും ഒരു ഇൻക്രീസിങ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഇൻക്രീസിങ് ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. 170, 99.20. ഓക്കെ, ഇവിടെ ഐ തിങ്ക് ഇവിടെ JRFന് 178+, ഓക്കെ, 178+ മാർക്കൊക്കെ ഉണ്ടെങ്കിലായിരുന്നു ഇവിടെ JRF കിട്ടിയിരുന്നു. OBCയിൽ ജൂൺ 2024 ഈ ഒരു 99.20 എന്ന് പറയുന്നത് 178 ഓർ 179 ആ ഒരു റേഞ്ച്, ഓക്കെ, 180ന്റെ ഉള്ളിലുള്ള ഒരു മാർക്കായിരുന്നു. 180, ഓക്കെ, 178 to 180 ആ ഒരു റേഞ്ചിലുള്ള ഒരു മാർക്കിനായിരുന്നു 2024 ജൂണിൽ നമുക്ക് JRF OBC കാറ്റഗറിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനത് പറയാൻ കാരണം, ബാക്കിയുള്ളതിന്റെ പെർസെന്റേജ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മള് ഞാൻ എഴുതിയ ഒരു എക്സാം ആയിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ ഒരു സ്കോർ എന്ന് പറയുന്നത് 99.05 ആയിരുന്നു. ഓക്കെ, എനിക്ക് അവിടെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 177 പോയിന്റ് സംതിങ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അപ്രോക്സ് കണക്ക് വെച്ചിട്ട് പറഞ്ഞത്. ഓക്കെ, 99.05 177 ആയിരുന്നു. സോ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 178 to 180 മാർക്കിനുള്ളിലായിരുന്നു അന്ന്, ഐ മീൻ ജൂൺ 2024 OBCന്റെ JRF കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, 170, 180, ഓക്കെ, 170, 180, 198, ഓക്കെ, പിന്നെ 212 ആണ് വന്നിട്ടുള്ളത്. 212 ആണ് OBCന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെയും നമ്മള് ഒട്ടും എന്താണ് ഒരുപാട് താഴേക്ക് പോകുന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, പിന്നെ OBC കാറ്റഗറിയിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എഴുതുന്നത്. ഓക്കെ, എക്സാം എഴുതുന്നതിലും മെജോറിറ്റി കുട്ടികളും OBC ആണ്. സോ നമ്മൾ അവിടെ വല്ലാണ്ട് ഒരു എന്താ പറയാ കുറവ് പ്രതീക്ഷിക്കണ്ട. സോ ഒരു 214, ഓക്കെ, ഒരു 210+, ഓക്കെ, ഒരു 210+ന് മുകളിലോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു JRF പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് EWSഉം അതുപോലെ തന്നെ SC/ST കാറ്റഗറി ഒക്കെ ഈ പറയുന്ന പോലെ ഭയങ്കര എന്താണ്, ഒരു അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നാമത്തെ കാര്യം, ഇതിൽ ഒരുപാട് കുട്ടികൾ എഴുതുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഓരോ ടേം കഴിയുമ്പോഴും കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ ടേമുകളിൽ ഒരു ജൂൺ 2024, ഓക്കെ, വരെ എന്തുണ്ടായിരുന്നില്ല, ഡിഗ്രിയിലുള്ള കുട്ടികൾ അല്ലെ, ഈ ഒരു 4 ഇയർ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഇപ്പൊ അതും ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടാണ് വരുന്നത്, കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ഓഫ് കൂടും എന്നുള്ളതിൽ തന്നെ ആണ് ഉള്ളത്. ഓക്കെ, നമ്മളിപ്പം എക്സാമിന്റെ ഒരു ടഫ്നെസ് ലെവൽ പറഞ്ഞു, അത് മോഡറേറ്റ് ആണ്. ഓക്കെ, പക്ഷെ എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മാത്രമാണ് ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം എന്തായാലും
നമ്മളിപ്പം പ്രീവിയസ് ഡിഗ്രി കുട്ടികൾ ഇല്ലാത്ത സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം കുട്ടികൾ എഴുതിയിരുന്നു. അപ്പം ആ ഒരു കുട്ടികളും കൂടെ വരുമ്പോൾ അത്യാവശ്യം നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഇനി അടുത്തൊരു ടേമിലോട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഏത് കാറ്റഗറി ആണെങ്കിലും, അൺറിസർവ്ഡ് ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, AWS ആയിക്കോട്ടെ, SC ST ST, ഓക്കെ, ഏത് കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങളൊരു 250 മാർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ ഓക്കെ 300 ഔട്ട് ഓഫ് 300 നമ്മൾ ഒരു 250 മാർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്. ഓക്കെ, നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു സ്റ്റിക്ക് നോട്ടിലൊക്കെ എഴുതി വെക്കുക, എന്താണ് എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 250 മാർക്കാണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 250 മാർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമുക്കൊരു സേഫ് സോണിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്താണ് നമ്മുടെ ഒരു ചാൻസ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് 250 മാർക്ക് വേണം എന്നുള്ളത് തന്നെ നോക്കാം. ഓക്കെ, അതിലിപ്പം നെറ്റ് മാത്രം ക്വാളിഫൈഡ് ആവാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. ഓക്കെ, ഏജ് ലിമിറ്റ് കാരണം. പക്ഷെ അത് അങ്ങനെയുള്ളവർ പോലും എന്ത് ചെയ്യണം, ഒരു 250 മാർക്ക് എന്ത് ചെയ്യുക, എയിം ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, എങ്കിലാണ് നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈഡ് ആവാൻ പറ്റുള്ളൂ. കാരണം ഓരോ ടേമും എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്, എക്സാം വളരെ എന്താ പറയാ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ഓക്കെ, പക്ഷെ മേ ബി അത് മാറാം. പക്ഷെ എങ്കിൽ എന്നിരുന്നാലും ഏത് ലെവൽ ഓഫ് എക്സാം ആയാലും, ടഫ് ആയിട്ടുള്ള എക്സാം ആണെങ്കിലും, മോഡറേറ്റ് ആയിട്ടുള്ള എക്സാം ആണെങ്കിലും, ഈസി ആയിട്ടുള്ള എക്സാം ആണെങ്കിലും, എങ്ങനെ ഇരുന്നാലും നമുക്കൊരു 250 മാർക്ക് വേണം എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അടുത്തൊരു ടേമിലായിട്ട് ഇത് ക്രാക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതാണ് കട്ട് ഓഫിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പം എല്ലാവരും ഒരു 2 മാർക്ക് അധികം ഉണ്ടാവും എന്നുള്ള ഒരു നിലക്ക് തന്നെ ആലോചിച്ച് വെക്കുക. പറഞ്ഞ പോലെ ഒരു റേഞ്ച് നോക്കുക. ഓക്കെ, 220 to 20 പ്ലസ്. ഓക്കെ, ഒരു 220 പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അൺറിസർവ്ഡിൽ JRF ക്വാളിഫൈഡ് ആവാനായിട്ട് പറ്റും. ആൻഡ് OBC ആണെന്നുണ്ടെങ്കിൽ ഒരു 210 പ്ലസ് മാർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, OBCയിൽ JRF ഷുവർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ EWSഉം സെയിം തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ ഒരു 220 പ്ലസ് തന്നെ നോക്കിയാൽ മതി EWSലും. SC STക്കാര് JRFന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 200 പ്ലസ് മാർക്കുകളാണെന്നുണ്ടെങ്കിൽ SC കാറ്റഗറി SC കാറ്റഗറിയിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് JRF എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ആൻസർ കീ നോക്കുക. ഓക്കെ, റെസ്പോൺസ് ഷീറ്റ് അനലൈസ് ചെയ്യുക, ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളിപ്പം ചില കേസിലുണ്ട് നമുക്ക് വളരെ ഷുവർ ആണെന്ന് കൊടുത്ത ആൻസർ ആയിരിക്കും, ഷുവർ ആണെന്ന് കരുതിയിട്ട് കൊടുത്ത ഓപ്റ്റ് ചെയ്ത ആൻസർ ആയിരിക്കും, അതെന്താണ് റോങ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം അത്തരം കേസുകളിൽ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയത്, എവിടെയാണ് എനിക്ക് ഫോൾട്ട് പറ്റിയത്, അത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആൻസർ കീ അനലൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, അത് ഓവർകം ചെയ്തിട്ട് അടുത്ത ഒരു ടേമിലോട്ട് ആ ഒരു ഫോൾട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഇപ്പൊ തന്നെ എടുത്തു തുടങ്ങുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴേ സ്റ്റാർട്ട്, നിങ്ങൾക്ക് ഇപ്പം എക്സാം ടഫ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കീ നോക്കിയപ്പോൾ മതിയായ മാർക്കില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യരുത്. നെക്സ്റ്റ് ലെവൽ പ്രിപ്പറേഷനിലോട്ട്, നെക്സ്റ്റ് ടേമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ടൈം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു, ഒരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും മിനിമം ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു എല്ലാ സബ്ജക്റ്റും നമുക്ക് 20 സബ്ജക്റ്റ് ഉണ്ട്, അതൊരു മിനിമം ഒരു 3 തവണ എങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പം എത്രത്തോളം ടൈം അവിടെ വേണ്ടി വരും എന്നുള്ളത് നോക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ക്ലാസ്സുകൾ കാണണം. ഓക്കെ, സബ്ജക്റ്റ് ജസ്റ്റ് മനസ്സിലാക്കണം. നോട്ട് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളതൊരു മിനിമം 10 സബ്ജക്റ്റ് ഉണ്ട് അല്ലെ, മിനിമം ഒരു സബ്ജക്റ്റ് 3 തവണയെങ്കിലും എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു ഇനഫ് ടൈം വേണം. PYQ 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ, വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അത് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുന്നു. ഓക്കെ, എന്നിട്ട് അത് റൈറ്റ് ആണെങ്കിൽ ഓക്കെ, അതിൽ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കി പഠിക്കുന്നു. ഓക്കെ, എന്താണ് ആൻസർ ആയിട്ട് വരാത്ത മറ്റു ഓപ്ഷൻസ് എന്താണ് എന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുന്നു, പോകുന്നു. ഓക്കെ, ഇനിയിപ്പം ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിൽ നമ്മൾ കൊടുത്ത ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ
ഞാൻ ആൻസർ കീന്റെ കാര്യമല്ല, PYQ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അവിടെ എന്താണ്, അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നു, അത് റോങ് ആൻസർ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്, എന്തുകൊണ്ട് റോങ് ആയി അത് നമ്മൾ നോക്കണം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ അതിന്റെ കൂടെ കൊടുത്തിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് കൂടെ അനലൈസ് ചെയ്ത് പഠിക്കുകയും വേണം. എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ഈ ഒരു 250+ സ്കോർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, മതിയായ മാർക്ക് കിട്ടി ക്വാളിഫൈഡ് ആവും എന്ന് ഉറപ്പുള്ളവർക്ക് ഓക്കെ, അഡ്വാൻസ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പം അല്ലാത്തവര് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ നെക്സ്റ്റ് ടേമിലോട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഗൈസ്.